അടുത്തൊരു നിമിഷം നമുക്കുള്ളതല്ല. ഇതാണ് നമ്മുടെ നിമിഷം, ഇതാണ് നമ്മുടെ സമയം. അടുത്തൊരു നിമിഷം. മൂടില്ലെന്ന് പറഞ്ഞ് ആരാധിക്കാതിരിക്കല്ലേ. എന്തോ വിഷമം വന്നെന്ന് പറഞ്ഞ് ദൈവസന്നിധി മിണ്ടാതിരിക്കല്ലേ. നാളെ നിനക്കുണ്ടോന്ന് അറിയത്തില്ല, എനിക്കും ഉണ്ടോന്ന് അറിയത്തില്ല. കുറ്റബോധത്തോടെ വീട്ടിൽ പോകരുത്. ഈ കർത്താവിനെ അറിഞ്ഞവർ ആത്മാവിലും സത്യത്തിലും ഇന്ന് രാത്രി അവനെ ആവോളം സ്തുതിക്കണം. ഇന്ന് രാത്രി വീട്ടിൽ പോകുന്നതിന് മുമ്പ് എന്റെ ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കാൻ കഴിഞ്ഞുവെന്നുള്ള ബോധ്യത്തിൽ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കൂരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരീരും പാണിയാൽ പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നേ, കാക്കുമെന്നേ. കാരീരും പാണിയാൽ പാടുള്ള പാണിയാൽ നിറഞ്ഞവൻ കാക്കുമെന്നേ, കാക്കുമെന്നേ. ആശ്രയം, ആശ്രയം യേശുവിൽ എന്ന കരമുയർത്തി പറഞ്ഞവൻ. ആശ്വാസമെന്നിൽ തന്നതിനാ ഭാഗ്യവാൻ ഞാൻ. ഈ കർത്താവിനെ അറിഞ്ഞതിന് ശേഷം പിന്നെ രണ്ടാമതൊരാളെ തേടി പോകേണ്ട അവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. ഞങ്ങളുടെ ദൈവം വരുത്തിയിട്ടില്ല. കാരണം ബൈബിൾ പറയുന്നു, യേശു സകലത്തിനും മതിയായവൻ. യേശു സകലത്തിനും മതിയായവൻ. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ ദൈവകൃപയിലേക്ക് നിങ്ങളും കടന്നുവാ. ഞങ്ങൾ അനുഭവിക്കുന്ന ഈ സന്തോഷം നമുക്ക് ചേർന്ന് അനുഭവിക്കാം. ഈ ലോകം നിങ്ങൾക്ക് സമാധാനം നൽകില്ല, ഈ ലോകം നിങ്ങൾക്ക് ശാന്തി നൽകില്ല. ഈ ലോകത്തിന്റെ സന്തോഷം നൈമിഷികമാണ്. എന്നാൽ നിത്യ സന്തോഷം നൽകാൻ കഴിയുന്ന ഒരു യേശു ഇന്ന് രാത്രിയിൽ അവൻ ജീവിക്കുന്നു.